Welcome to Sargotsavam. We, the blessed students of Chowra CMI Public School, Pala, are here to present before you a variety of programs. So sit back and enjoy the show. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ സാർവത്രിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച പുണ്യപുരുഷനാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. CMI സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ചാവറ പിതാവിൻ്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ടാണ് CMI സന്യാസ സഭ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഗുണനിലവാരമുള്ളതും മൂല്യവത്തുമായ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് CMI സഭ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള പ്രചോദന ശക്തി, പ്രേരക ശക്തി 19-ാം നൂറ്റാണ്ടിൽ എല്ലാ തരത്തിലുമുള്ള വിദ്യാർത്ഥികളെയും അവർണനെയും സവർണനെയും ഒരു കൂരയ്ക്ക് കീഴിലിരുത്തി സംസ്കൃത വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച വിശുദ്ധ ചാവറ പിതാവ് തന്നെയാണ്. പാലായിലെ ഈ ക്യാമ്പസിൽ ഈ ഒരു ചൈതന്യത്തോടു കൂടി തന്നെയാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നത്. പാലായിൽ സെൻറ്റ് വിൻസെൻ്റ് ആശ്രമം 1953 സ്ഥാപിക്കപ്പെട്ടു. 1963 സെൻറ്റ് വിൻസെൻ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. CMI സഭയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് സെൻറ്റ് വിൻസെൻ്റ് സ്കൂൾ. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് 1998 ചാവറ പബ്ലിക് സ്കൂൾ സ്ഥാപിതമാകുന്നത് CBSE സിലബസിൽ. കഴിഞ്ഞ 17 വർഷങ്ങളായി ചാവറ പബ്ലിക് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഉത്തമമായ മാതൃക നൽകിക്കൊണ്ട് നിസ്സീമമായ സേവനം നൽകിക്കൊണ്ട് നിലകൊള്ളുകയാണ്. മനുഷ്യൻ്റെ സർവ്വവിധത്തിലുമുള്ള ശക്തികളെയും വളർത്തിയെടുക്കുക, അവനെ പരിപൂർണനായ ഒരു വ്യക്തിയാക്കി തീർക്കുക എന്നുള്ള ചാവറ പിതാവിൻ്റെ ദർശനം തന്നെയാണ് ഈ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പിന്തുടരുന്നത്. ഈ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ചാവറ പിതാവിൻ്റെ നാമത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചൈതന്യം, അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം, അദ്ദേഹത്തിൻ്റെ പ്രചോദനം തീർച്ചയായിട്ടും ഇവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാനേജ്മെൻറ്റിനും വലിയ ശക്തിയായി, വലിയ പ്രചോദനമായി നിലകൊള്ളുന്നുണ്ട്. CMI സഭാസ്ഥാപകനും ഞങ്ങളുടെ സ്കൂളിൻ്റെ സ്വർഗീയ മധ്യസ്ഥനുമായ വിശുദ്ധ ചാവറ പിതാവിൻ്റെ അപദാനങ്ങൾ നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് നമ്മുടെ കൊച്ചുകൂട്ടുകാർ. So, let's all sit back and enjoy this tribute to Saint Chavra, our patron. മാനാനം കുന്നിൽ മണിനാദം മുഴങ്ങുന്നു, മാലോകർക്കെല്ലാം ആഹ്ലാദം പകരുന്നു. മാനാനം കുന്നിൽ മണിനാദം മുഴങ്ങുന്നു, മാലോകർക്കെല്ലാം ആഹ്ലാദം പകരുന്നു. മാലാഖമാരും മിന്നും താരകളും മഴത്തുള്ളി മണി പോൽ നൃത്തം വയ്ക്കും മാൻമയിൽ മനുഷ്യരും. മഴത്തുള്ളി മണി പോൽ നൃത്തം വയ്ക്കും മാൻമയിൽ മനുഷ്യരും. മാനാനം കുന്നിൽ മണിനാദം മുഴങ്ങുന്നു, മാലോകർക്കെല്ലാം
ആഹ്ലാദം പകരുന്നു. അറിവിൻ നീരുറവ നീ, അഭയത്തിനാരാമം നീ, അറിവേകു അഭയം തരൂ അനുഗ്രഹവും. അറിവിൻ നീരുറവ നീ, അഭയത്തിനാരാമം നീ, അറിവേകു അഭയം തരൂ അനുഗ്രഹവും. ചാവറയച്ച വിശുദ്ധ ചാവറയച്ച, ചാവറയച്ച വിശുദ്ധ ചാവറയച്ച, മാനാനം കുന്നിൽ അഭയം തരണേ. മാനാനം കുന്നിൽ മണിനാദം മുഴങ്ങുന്നു, മാലോകർക്കെല്ലാം ആഹ്ലാദം പകരുന്നു. മനസൗഖ്യം തന്നിടണമേ, രോഗങ്ങൾ നീക്കിയിടണമേ, അന്യോന്യം സ്നേഹിക്കാൻ കൃപയും തരണേ. മനസൗഖ്യം തന്നിടണമേ, രോഗങ്ങൾ നീക്കിയിടണമേ, അന്യോന്യം സ്നേഹിക്കാൻ കൃപയും തരണേ. ചാവറയച്ച വിശുദ്ധ ചാവറയച്ച, ചാവറയച്ച വിശുദ്ധ ചാവറയച്ച, മാനാനം കുന്നിൽ അഭയം തരണേ. മാനാനം കുന്നിൽ മണിനാദം മുഴങ്ങുന്നു, മാലോകർക്കെല്ലാം ആഹ്ലാദം പകരുന്നു. മാനാനം കുന്നിൽ മണിനാദം മുഴങ്ങുന്നു, മാലോകർക്കെല്ലാം ആഹ്ലാദം പകരുന്നു. മാലാഖമാരും മിന്നും താരകളും മഴത്തുള്ളി മണി പോൽ നൃത്തം വയ്ക്കും മാന്മയിൽ മനുഷ്യരും. മഴത്തുള്ളി മണി പോൽ നൃത്തം വയ്ക്കും മാന്മയിൽ മനുഷ്യരും. മാനാനം കുന്നിൽ മണിനാദം മുഴങ്ങുന്നു, മാലോകർക്കെല്ലാം ആഹ്ലാദം പകരുന്നു. പ്ലേ സ്കൂൾ മുതൽ +2 വരെ 2700-ലധികം കുട്ടികൾ ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. CBSE സിലബസിലാണ് ഈ സ്കൂൾ നടത്തപ്പെടുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് കുറച്ച് വിഷയങ്ങൾ പഠിച്ച് കുറച്ച് മാർക്ക് വാങ്ങി നല്ലൊരു ജോലി നേടുന്ന കുറച്ച് വിദ്യാർത്ഥികളെ, കുറച്ച് പൗരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് അറിവിനൊപ്പം വിശുദ്ധിയും അറിവിനൊപ്പം സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും സ്നേഹവും ഉള്ള വ്യക്തികളെ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് കുട്ടികളുടെ അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനൊപ്പം അവരുടെ അറിവിനെ വികസിപ്പിക്കുന്നതിനൊപ്പം വിവിധ വിഷയങ്ങളിലുള്ള അറിവ് അവർക്ക് പകർന്നു നൽകുന്നതിനൊപ്പം അവരുടെ കല, കായിക, സർഗ ശേഷികളെയെല്ലാം വളർത്തിയെടുക്കുവാനുള്ള ഒത്തിരി പരിപാടികൾ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. വിവിധ വേദികൾ കുട്ടികൾക്ക് നൽകുന്നു. പ്രത്യേകമായിട്ട് നമ്മുടെ ഇവിടുത്തെ സ്കൂൾ വാർഷികത്തിനൊക്കെ 8ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും, LKG മുതൽ 8 വരെയുള്ള എല്ലാ കുട്ടികളും പരിപാടികൾക്ക് സ്റ്റേജിൽ കയറി പങ്കെടുക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്.
അതിന് മുകളിലോട്ടുള്ള ക്ലാസ്സുകളിൽ താല്പര്യമുള്ള കുട്ടികളും സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികളും പങ്കെടുക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കുട്ടികൾക്ക് ആത്മീയമായ ഉണർവ് നൽകുന്നതിനായിട്ട് ഒത്തിരിയേറെ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവർക്ക് എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്. ഒപ്പം കുട്ടികൾക്ക് വാർഷിക ധ്യാനം നടത്തപ്പെടുന്നു. അവർക്ക് ഒക്ടോബർ മാസത്തിൽ കൊന്തനമസ്കാരം നടത്തപ്പെടുന്നുണ്ട്. ആദ്യ വെള്ളിയാഴ്ചകളിൽ കുമ്പസാരവും കുർബാനയും നടത്തപ്പെടുന്നു. ഒപ്പം ജീസസ് യൂത്തിൻ്റെ ഒരു വിങ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജീസസ് യൂത്തിൻ്റെ ഈ ടീം എല്ലാ ആഴ്ചയും അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. ഒപ്പം എല്ലാ മാസത്തിലും ആരാധനയുണ്ട് ആദ്യ വെള്ളിയാഴ്ചകളിൽ. അതോടൊപ്പം റീച്ച് ഔട്ട് പ്രോഗ്രാംസിലും നമ്മുടെ ജീസസ് യൂത്തിലെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. Saint Chavra, our patron, who was canonized on November 23, 2014, is also well known for his literary skills and spiritual books. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യവും ചാവറയച്ചനാൽ വിരചിതവുമായ അനസ്താസ്യയുടെ രക്തസാക്ഷ്യം സഹോദയ CBSE സ്റ്റേറ്റ് ലെവൽ വിന്നറായ ഫിയോന റോസ തോമസ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. നമസ്കാരം. സത്യവിശ്വാസം മുറുകെ പിടിക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കഥ, അനസ്താസ്യയുടെ രക്തസാക്ഷ്യം. മാന്യമഹാജനങ്ങളെ, റോമൻ ഭരണാധിപനായ വലേരിയൻ ചക്രവർത്തി തന്റെ രാജ്യത്തിലുള്ള സകലമാന ജനങ്ങളെയും അറിയിക്കുന്നത്, നാം ചക്രവർത്തിയായിരിക്കുന്ന ഈ റോമാ സാമ്രാജ്യത്ത് ജൂപ്പിറ്റർ ദേവനല്ലാതെ മറ്റൊരു ദൈവം നമുക്കില്ല. നമ്മുടെ കൽപ്പന ധിക്കരിച്ച് ക്രിസ്തുവിനെ ദൈവമായി കരുതുന്ന ആരെങ്കിലും നമ്മുടെ രാജ്യത്തുണ്ടെന്നറിഞ്ഞാൽ മരണമായിരിക്കും അവർക്ക് ലഭിക്കുന്ന ശിക്ഷ. മോളി അനസ്താസ്യ, രാജവിളംബരമല്ല കേൾക്കുന്നത്. എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് എന്റെ മനസ്സ് പറയുന്നു. ശരിയാണ്, എന്റെ ഉള്ളിലും ഭയം തോന്നുന്നു. രാജാവിനേക്കാൾ വാശിയോടെയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിയായ പ്രോബ ക്രിസ്ത്യാനികളെ നശിപ്പിക്കുന്നത്. അതാ ആ കേൾക്കുന്നത് കുതിരക്കുളമ്പടി ശബ്ദമല്ലേ? അതിന് അടുത്തടുത്ത് വരികയാണല്ലോ. കർത്താവായ ദൈവമേ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അനസ്താസ്യ, നീ വേഗം അകത്ത് പോകൂ. എന്താ, നിങ്ങൾ എന്തിനിവിടെ വന്നു? ഇതൊരു സന്യാസ ഭവനമാണ്. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? അതൊക്കെ പറയാം. ഷടാ, നിങ്ങൾ എന്താണ് ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? സത്യമത വിശ്വാസിയായ അനസ്താസ്യ എന്ന സുന്ദരിയായ പെൺകുട്ടി ഇവിടെ താമസമുണ്ടോ? നിങ്ങളോട് ആര് പറഞ്ഞു? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ദേ, കള്ളം പറയാൻ നോക്കണ്ട. അവൾ ഇവിടെ ഉണ്ടെന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അവളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ രാജകൽപ്പനയുണ്ട്. കർത്താവായ ദൈവമേ, ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? എന്റെ പൊന്നു മോളെ ഞാൻ ഈ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനസ്താസ്യ, ഇങ്ങു വരൂ. നിന്റെ ഭാഗ്യം നിറഞ്ഞ മണവാളൻ സ്നേഹപൂർവ്വം നിന്നെ വിളിക്കുന്നു. നീ വേഗം പോവുക. നീ എവിടെ പോയാലും നിന്നെ അത്യാശയോടെ കരം നീട്ടി മാറോടടച്ച ആ രാജമണവാളിനെ നീ ഓർക്കണം. നിന്നെ പ്രേസ്യായി സ്വീകരിക്കാനാണ് അദ്ദേഹം ഈ ഭൂമിയിൽ പൂജാതനായത്. അവസാനം സ്നേഹോപകാരമായി സ്വജീവനം നൽകി. ആ രാജമണവാളുടെ മഹത്വം ഇന്ന് നീ ഇവർക്ക് കാണിച്ചു കൊടുക്കണം. ഈ ഭൂമിയിൽ ഒരാളുമല്ല, നിന്റെ ജീവിതേശ്വരൻ ഉന്നതനായവൻ എപ്പോഴും നിന്നോട് കൂടി ഉണ്ടായിരിക്കും. സന്തോഷത്തോടെ പോകുമ്പോളേ. എന്ത് ഞാൻ ഈ കാണുന്നത് സത്യമോ മിഥ്യയോ? പറഞ്ഞു കേട്ടതിനേക്കാൾ സുന്ദരിയായിരിക്കുന്നു. ചന്ദനം കടന്നെടുത്തതുപോലുള്ള ശരീരഭംഗി, പണിനിറപ്പൂവിന്റെ ഇതളുകളേക്കാൾ വശ്യസുന്ദരമായ അധരം, പേടമാന്റെ കൺമഴ കോണുകൾ, ഈ സൗന്ദര്യം എന്നെ മത്തുപിടിപ്പിക്കുന്നു. അല്ലയോ സുന്ദരി, എന്താണ് നിന്റെ നാമം? എന്റെ മാതാപിതാക്കൾ വിളിക്കുന്ന നാമം അനസ്താസ്യ. വാസ്തവത്തിൽ എന്റെ ശോഭനീയമായ നാമം ക്രിസ്ത്യാന. ക്രിസ്ത്യാന, ഈ നാമം നിനക്ക് ചേർന്നതല്ല. നിന്റെ ഗോത്രത്തിന്റെ ശ്രേഷ്ഠതയും ആരെയും മത്തപ്പിടിപ്പിക്കുന്ന ഈ ശരീരഭംഗിയും നാശത്തിലാക്കാൻ മാത്രമേ ക്രിസ്ത്യാന എന്ന നാമം ഉപകരിക്കുകയുള്ളൂ. ഈ നിമിഷം നീ നാം ഉപേക്ഷിക്കണം. ജൂപ്പിറ്റർ ദേവനെ ദൈവമായി ആരാധിക്കണം. നീ എന്റെ വാക്കനുസരിച്ചാൽ റോമൻ ചക്രവർത്തിയുടെ മന്ത്രിയായ ഈ പ്രോബ നിനക്ക് വാക്ക് തരുന്നു. ഈ ലോകത്തിലെ സകല സൗഭാഗ്യങ്ങളുടെയും സകല ഐശ്വര്യങ്ങളുടെയും
റാണിയാ നീ വാഴും. അല്ലയോ മന്ത്രി പൊങ്കവ, ക്രിസ്ത്യാന എന്ന കുലീനമായ നാമം എൻ്റെ ഹൃദയേശ്വരനായ യേശുവിൻ്റെ ഗോത്രനാമമാണ്. എൻ്റെ ചെറുപ്രായം മുതൽ എൻ്റെ നാഥൻ്റെ ഭക്തിപദം അഭിലഷിച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ഈ തെരഞ്ഞെടുപ്പിന് മാറ്റമുണ്ടാവുന്നല്ല. ക്ഷണികമായ ലോക സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതം അടിയറവ് പറയുവാൻ എനിക്ക് മനസ്സില്ല. സത്യവിശ്വാസികൾ വധശിക്ഷ ഏറ്റുവാങ്ങി ജീവന് വേണ്ടി പിടിയുമ്പോൾ അത് കണ്ട ആനന്ദത്തിൽ ആറാൻ നിങ്ങളെ എനിക്ക് തെല്ലും ഭയമില്ല. തങ്ങളുടെ ഔദാര്യം തള്ളിക്കളയാൻ എനിക്ക് ശക്തി തന്ന ദൈവം തങ്ങളുടെ പീഡനങ്ങൾ സഹിക്കാനും എനിക്ക് ശക്തി നൽകും. ധിക്കാരി, എന്തു പറഞ്ഞു നീ? നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുന്നത് എങ്ങനെ തന്നെയാണെന്ന് കാണട്ടെ. കാരുണ്യവാനായ ദൈവമേ, ഈ പീഡനങ്ങൾ സഹിക്കാനും എനിക്ക് ശക്തി നൽകണമേ. അയ്യോ യേശുവേ, ഇനി തലകറങ്ങുന്നത് പോലെ. ധിക്കാരിയാ ഇവളെ കാരാഗ്രഹത്തിലടിച്ച് വാതിലുകൾ മുദ്ര വെച്ചേക്കൂ. നീ എന്നെ സ്നേഹിച്ചല്ലോ, എല്ലാവർക്കും സാധ്യമേ അല്ല ഈ ബന്ധം വേർപിരിക്കാൻ. നന്ദി നാഥ, നന്ദി നാഥ, നീ എന്നെ സ്നേഹിച്ചല്ലോ, എല്ലാവർക്കും സാധ്യമേ അല്ല ഈ ബന്ധം വേർപിരിക്കാൻ, ഈ ബന്ധം വേർപിരിക്കാൻ. മന്ത്രിശ്രേഷ്ഠ, കാരാഗ്രഹത്തിൽ അടച്ചിട്ടും അവൾക്ക് യാതൊരു ഭാവഭേദവുമില്ല. അവൾ അവളുടെ യേശുവിനെ സ്തുതിച്ചുകൊണ്ട് സന്തോഷമായി കഴിയുന്നു. ഓഹോ, അങ്ങനെയെങ്കിൽ ആ ധിക്കാരിയെ ഇവിടെ കൊണ്ടുവരുവീൻ. അനസ്താസിയ, അവസാനമായി ഞാൻ നിന്നോട് ചോദിക്കുന്നു, യേശുവിനെ ഉപേക്ഷിച്ച് ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാൻ നീ തയ്യാറാണോ? ഇല്ല ഇല്ല ഇല്ല, എന്റെ ജീവൻ വെടിയേണ്ടി വന്നാലും ഈ തെരഞ്ഞെടുപ്പിന് മാറ്റമുണ്ടാവുന്നല്ല. എങ്കിൽ തുടങ്ങട്ടെ പീഡനങ്ങൾ. കാരുണ്യവാനായ ദൈവമേ, ഈ പീഡനങ്ങൾ സഹിക്കാൻ എനിക്ക് ശക്തി നൽകണമേ. തീപ്പന്തം എന്റെ ശരീരം പൊള്ളുന്നു. എന്റെ പല്ലുകൾ നൽകി വളർത്തിയ അമ്മയെ പോലും ഓർക്കാതെ ആകാശമേന്മാർ എന്നോട് എന്തിങ്ങനെ ചെയ്തു? മന്ത്രിശ്രേഷ്ഠ, ഇത്രയും പീഡനങ്ങൾ ഏൽപ്പിച്ചിട്ടും അവൾക്ക് യാതൊരു കുലുക്കവുമില്ല. അവൾ അവളുടെ യേശുവിനെ സ്തുതിക്കുന്നത് മാത്രമല്ല, അവളുടെ ശരീരത്തിലെ മുറിപ്പാടുകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. ഓഹോ, അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്ന അവളുടെ നാവ് എന്നേക്കുമായി പിഴുതെടുത്തേക്കൂ. അനസ്താസിയ, ദൈവത്തെ സ്തുതിക്കുന്ന നാവ് പിഴുതെടുക്കാനുള്ള രാജകൽപ്പനയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്റെ നാവ് പിഴുതെടുത്താലും എന്റെ മനസ്സുകൊണ്ട് ഞാൻ എന്റെ മണവാളിനെ സ്തുതിക്കും. ധിക്കാരി, എന്ത് ഈ അവസ്ഥയിലും ദൈവത്തെ സ്തുതിക്കുന്നു? ആരിവിടെ? ഇവളുടെ കൈകളും ശിരസും വെട്ടിമാറ്റുവിൻ. അതേ കൂട്ടുകാരെ, കടുത്ത പ്രഹരങ്ങളെ യേശുവിന് വേണ്ടി ഏറ്റുവാങ്ങി സ്വന്തം ജീവൻ പോലും സമർപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം കാത്തു സൂക്ഷിച്ച അനസ്താസിയുടെ ജീവിതം നമുക്ക് പ്രചോദനം പരത്തട്ടെ. ദൈവത്തിന് സ്തുതി, നന്ദി. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായി വളരുവാൻ, സമൂഹത്തിലെ ചെറിയവരെ തിരസ്കരിക്കാതെ അവരെ സ്നേഹിക്കുവാൻ,
അവരും തങ്ങളുടെ സഹോദരങ്ങളാണ് എന്നുള്ള ചിന്തയിലേക്ക് വളരുവാനായിട്ട് ചാവറ സോഷ്യൽ സർവീസ് ലീഗ് എന്നുള്ള പേരിൽ ഒരു സന്നദ്ധ സംഘടന, കുട്ടികളുടെ സന്നദ്ധ സംഘടന സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികൾ ഓരോ ആഴ്ചയും അതിലേക്ക് തങ്ങളുടെ സംഭാവനകൾ നൽകുകയും അങ്ങനെ നൽകുന്ന സംഭാവനകളിൽ നിന്ന് സമൂഹത്തിൽ ആവശ്യമുള്ള വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക് സംഭാവന ചെയ്യുകയും അവരെ സഹായിക്കുവാനായിട്ട് സ്കൂളിൽ നിന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒപ്പം കുട്ടികൾ സമൂഹത്തിന് ഉപകാരമുള്ളവരായി, ദൈവത്തിന് ഇഷ്ടമുള്ളവരായി, മാതാപിതാക്കൾക്ക് പ്രിയങ്കരരായി വളരണം എന്നുള്ള ഉദ്ദേശം നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നമ്മൾ പ്രത്യേകം ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഒപ്പം അവരുടെ ബൗദ്ധിക നിലവാരം, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല സർഗശേഷിയുള്ള കുട്ടികളെ വളർത്തിയെടുക്കണം എന്നുള്ള വലിയ ചിന്ത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല കോച്ചിങ്, നല്ല അധ്യാപകരാണ് ഇവിടെയുള്ളത്. ഭാഷയിലും സയൻസിലും മാത്തമാറ്റിക്സിലും എല്ലാ വിഷയങ്ങളിലും നല്ല വിദഗ്ധരായ പ്രഗത്ഭരായ അധ്യാപകർ ഇവിടെയുണ്ട്. റിട്ടയേർഡ് കോളേജ് പ്രൊഫസേഴ്സ് ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ ഒരു ഗണം തന്നെ ഇവിടെയുണ്ട്. അവരെല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ, ഒരേ ചൈതന്യത്തോടെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി എന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെ അവർക്ക് സ്നേഹവും കരുതലും പകർന്നുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ അധ്യാപകർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം സീനിയർ ക്ലാസ്സുകളിൽ അവർക്ക് മത്സര പരീക്ഷകളെ നേരിടുവാൻ അവരെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 11-12 ക്ലാസ്സുകളിൽ അവർക്ക് എൻജിനീയറിങ്ങിൻ്റെയും മെഡിക്കലിൻ്റെയും എൻട്രൻസ് കോച്ചിങ്ങുകൾ ഇവിടെ പാല ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ സഹകരണത്തോടെ ഇവിടെ ഞങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. അതിൽ നിന്നും കോച്ചിങ് സ്വീകരിച്ച ഒത്തിരി കുട്ടികൾ ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എൻജിനീയറിംഗ് രംഗത്തും മെഡിക്കൽ രംഗത്തും മറ്റ് സയൻസ് വിഷയങ്ങളിലും മാനുഷിക വിഷയങ്ങളിലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളായ IIT മുതലുള്ള ഒത്തിരിയേറെ സ്ഥാപനങ്ങളിൽ ചാവറ സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ, അഭിമാനകരമായ കാര്യമാണ്. Next on our program is a heavenly melody, and we are going to have you viewers pin to your seats. Welcome singers. Light of the world, you step down into darkness. Open my eyes, let me see beauty that made this heart adore you. Hope of a life
Altogether lovely, altogether worthy, altogether wonderful to me. ഇന്നത്തെ സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ കീപ് വാച്ചിങ്.